ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശുവിൻ്റെ രണ്ടാം വരവ് യാഥാർത്ഥ്യമാണോ? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പായി ഒന്നാം വരവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാം വരവിന് മുമ്പായി നിരവധി പ്രവചനങ്ങളുണ്ടായി. ശമൂവേലിൻ്റെ പുസ്തകം, യെശയ്യാവ്, മീഖ, സങ്കീർത്തനങ്ങൾ, സെക്കരിയാവ് തുടങ്ങിയവയിലുള്ള നിരവധിയായ പ്രവചനങ്ങളിൽ നിന്ന് യേശു ദാവീദിൻ്റെ വംശാവലിയിൽ ഒരു കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും അത് ബെത്ലഹേമിലായിരിക്കുമെന്നും പീഡനങ്ങളേൽക്കുമെന്നുമെല്ലാം തറപ്പിച്ചു പറയുന്നുണ്ട്. എല്ലാ ശബ്ബത്ത് നാളിലും ഇതെല്ലാം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്ന യഹൂദ ജനതയിൽ ചുരുക്കം പേരൊഴിച്ച് ആർക്കും യേശു വന്നപ്പോൾ യേശുവിനെ മനസ്സിലാക്കാനായില്ല. യേശു വന്ന് തിരിച്ചു പോയത് മനസ്സിലാക്കാത്ത അവർ ഇപ്പോഴും തോറ, അതായത് വേദപുസ്തകം വായിച്ച് പഠിച്ച് യേശുവിനായി കാത്തിരിക്കുന്നു. പ്രവചനങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് യേശു വന്നത്. എന്നാൽ ഇതൊന്നും പഠിക്കാത്ത, കിഴക്കുനിന്നും നക്ഷത്രം കണ്ടു വന്ന രാജാക്കന്മാർ യേശു എന്ന യഹൂദന്മാരുടെ രാജാവ് എവിടെ പിറന്നിരിക്കുന്നു എന്ന് ചോദിച്ചാണ് യഹൂദയിൽ വന്നത്. കാലം തന്നെ യേശുവിനായി മാറിക്കൊടുത്തു. യേശുവിന് മുമ്പും യേശുവിന് പിമ്പും. എന്നിട്ടും ഇസ്രായേൽക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയായിരിക്കും യേശുവിൻ്റെ രണ്ടാം വരവും. യേശു വരുമെന്ന് എത്തുന്നത് വരെ പലർക്കും മനസ്സിലാക്കാനാകില്ല. പക്ഷേ യേശു രണ്ടാമത് വരുമ്പോൾ ലോകം മുഴുവനും യേശുവിനെ കാണും. ഒരു രാജ്യത്തേക്കോ ഒരു പ്രത്യേക സ്ഥലത്തേക്കോ ആയിരിക്കില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 24:27 യേശു തന്നെ പറയുന്നു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം തിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതേ അധ്യായത്തിലെ 30-31 വാക്യങ്ങൾ ശക്തിയോടും വലിയ മഹത്വത്തോടും വലിയ കാഹളനാദത്തോടും കൂടെ യേശു വരുന്നതായി വിവരിക്കുന്നു. യേശുവിൻ്റെ രണ്ടാം വരവ് ശോഭയുള്ളതും ഉച്ചത്തിലുള്ളതും മഹത്വമുള്ളതുമായിരിക്കും. ഈ വരവ് ആർക്കും മറച്ചു വയ്ക്കാനാകില്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും യേശുവിനെ കാണും. യേശു വ്യക്തിപരമായും അക്ഷരാർത്ഥത്തിലും തിരിച്ചു വരും. വെളിപാട് 1:7 ഇങ്ങനെ പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണുകളും അവനെ കാണും. യേശുവിൻ്റെ തിരിച്ചുവരവ് കാണാത്ത ഒരു വ്യക്തിയും ഭൂമിയിലുണ്ടാകില്ല എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. യേശു വരുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ആണ് യേശു ലൂക്കോസ് 21:34-35 വരെയിൽ പറയുന്നത്. കേൾക്കൂ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിലെ പല ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. പിന്നീട് അങ്ങോട്ടുള്ള ഭാഗത്തിൽ ആ ദിവസത്തിനായി ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കാൻ യേശു ഉപദേശിക്കുന്നു. യേശു എങ്ങനെയാണ് തിരിച്ചു വരിക? അപ്പോസ്തലപ്രവൃത്തികൾ 1:9 പറയുന്നത് കേൾക്കൂ. കർത്താവായ യേശു ഇത് പറഞ്ഞ ശേഷം അവർ കാണുക ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവരോട് വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ പറഞ്ഞത് കേൾക്കൂ. അപ്പോസ്തലപ്രവൃത്തി 1:11 അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശുവിനോടൊപ്പം ദൂതന്മാർ ഉണ്ടാകുമോ? ദൂതന്മാർ ഉണ്ടാകുമെന്നും നീതിമാന്മാരായ ക്രിസ്തുവിൽ മരിച്ചവരെ ഭൂമിയിൽ നിന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നതിനായി ഉച്ചത്തിലുള്ള കാഹളധ്വനിയോടെ അവർ വരുമെന്നും ബൈബിൾ പറയുന്നു. മത്തായി 16:27, 24:31, 25:31 വായിക്കുക. മരിച്ചവർ എങ്ങനെയൊക്കെ മരിച്ചാലും അവരുടെ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഇവിടെയുണ്ട്. ശാസ്ത്രം തന്നെ അത് പറയുന്നുണ്ടല്ലോ. 1789 ലാവോസിയർ എന്ന ശാസ്ത്രജ്ഞൻ മാറ്റർ ഈസ് നീദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിലെ പൊടിയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നു. മാറ്റർ ഭൂമിയിലേത് തന്നെ, ഇവിടെ നിന്നുള്ളത് ഇവിടെ തന്നെയുണ്ട്. പിന്നെ ആത്മാവാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് അജ്ഞതയാണ്. അതറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം.
യേശുവിൻ്റെ രണ്ടാം വരവിൽ നീതിമാന്മാർക്ക് എന്ത് സംഭവിക്കും? നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നീതിമാന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:16-17 കേൾക്കൂ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവിച്ചിരിക്കുന്ന നാം മുമ്പേ ഉയർത്തെഴുന്നേറ്റവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ദുഷ്ടന്മാർ നശിപ്പിക്കപ്പെടുമെന്നാണ് വെളിപാട് 6:15-17, 2 തെസ്സലോനിക്കർ 1:7-10 വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. യേശു രാജാവാണ്. രാജ്യം സ്ഥാപിക്കാൻ തന്നെയാണ് യേശു വരുന്നത്. പക്ഷേ ആ രാജ്യത്തിൽ നീതിമാന്മാർ മാത്രമേ ഉണ്ടാകൂ. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തോടൊപ്പം ഒരു കൂട്ടം ജനങ്ങൾ. അവർ എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് വെളിപാട് 7:14 വായിച്ചാൽ മനസ്സിലാകും. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നീതിമാന്മാർ അവിടെ കാണാം. യേശു നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. തന്നോടൊപ്പം നിത്യത ആസ്വദിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ആ രാജ്യത്ത് മരണമോ ദുഃഖമോ കരച്ചിലോ ഇല്ല എന്നാണ് വെളിപാട് 21:4 പറയുന്നത്. വെളിപാട് 21:8 പറയുന്നത് ഭീരുക്കൾ, അവിശ്വാസികൾ, അറപ്പുണ്ടാക്കുന്നവർ, കൊലപാതകികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്ന ഏവർക്കും അവിടെ സ്ഥാനമില്ല എന്നാണ്. അവർക്കുള്ള സ്ഥലം അവിടെ തന്നെ പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ഇതെല്ലാം കളിയല്ല, കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വൈകല്ലേ. വൈകിയാൽ നഷ്ടമാകുന്നത് നിത്യജീവനാണ്. ആർക്കും അത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.